വാ മോളെ, സൂക്ഷിച്ചിറങ്ങണം. ഞങ്ങൾ എത്ര നേരെ കാത്തു നിൽക്കുന്നെന്ന് അറിയാമോ? നീ എവിടെ പോണു? നീ ആ പെട്ടി സാമാനൊക്കെ ഇറക്കൊണ്ടുവാ. വരൂ. വന്നാട്ടെ വന്നാട്ടെ. ലക്ഷ്മി മുറിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നോട് ചോദിക്കാൻ മാവാ, ഞാൻ ഇന്നലെ ഒരുക്കി കഴിഞ്ഞു. കൊച്ചമ്മ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പ തൊട്ട് ഇവളെ ഉറക്കൊഴിച്ചിരിപ്പ. കേട്ടോ വിജയലക്ഷ്മി, നമ്മുടെ കാര്യസ്ഥന കേശവൻ. കൊച്ചുനാളിൽ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മായിയെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അമ്മാവാ, ഓ, നിന്നെ അവസാനം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിന്നെ ഒറ്റവാക്കി പരിചയപ്പെടുത്താൻ ഒക്കില്ലല്ലോ. ആട്ടെ, വിജയലക്ഷ്മിക്ക് ഇവിടെ മനസ്സിലായോ? ഇല്ല. അവൾ എങ്ങനെ ഓർമ്മിക്കാനാ? 10 വയസ്സുള്ളപ്പോഴോ മറ്റാ അവൾ അവസാനമായിട്ട് ഇവിടെ വന്നിച്ചു പോയത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരി മാധവമ്മയില്ലേ, അവരുടെ മകള് ദേവുവാണ് ഈ നിൽക്കുന്നത്. ഇവളായിരിക്കും നിന്റെ ഇവിടുത്തെ കൂട്ടുകാരി. എന്താ പോരെ? എന്നാ അകത്തേക്ക് വിളിച്ചിട്ടുണ്ടോ? വരൂ. ഇതാണ് ചേച്ചിക്കുള്ള മുറി. ചേച്ചി വരുമെന്നറിഞ്ഞ് ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ആ, നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന മുറിയാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ഇത് തുറക്കാറുള്ളൂ. ഇവിടെ ചേച്ചിയുടെ വീട്ടിലേതുപോലുള്ള സൗകര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. ഇത് കുട്ടനാടാ. ആ, കുളിമുറി അപ്പുറത്താണ്. ചേച്ചി ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ കുളിക്കുന്നത്? ചേച്ചി ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ കുളിക്കുന്നത്? എറണാകുളത്ത് പോയി വരുമ്പോ കുറുക്കമ്മാവൻ എപ്പോഴും ചേച്ചിയുടെ കാര്യം പറയാറുണ്ട്. ഈയിടെ കല്യാണമൊക്കെ ഉണ്ടെന്ന് കേട്ടിരുന്നു. അയ്യോ ചേച്ചി, ഞാൻ വല്ല അബദ്ധം പറഞ്ഞു? ദേവു, എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്കൂ. ശരി, വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ അപ്പുറത്തുണ്ടാവും. അമ്മവാ, എന്തായി ചേച്ചിക്ക് ഇങ്ങനെ? എങ്ങനെ? അയ്യോ, എന്ത് പറഞ്ഞിട്ടും ഓരോ അനക്കവും ഇല്ല. നാവിന്നും ഇല്ല, മുഖത്തൊന്നും ഇല്ല. എന്തായി ചേച്ചിക്ക്? വല്ല ദണ്ണവുമാണോ? ഏയ്, അവക്കൊരു ദണ്ണവും ഇല്ല. പിന്നെന്താ എന്നോടൊന്നും സംസാരിക്കാത്തത്? അവൾക്കൊരു ചെറിയ മനോവിഷമുണ്ട്. അവളെ ചിരിപ്പിച്ചും കളിപ്പിച്ചും നീ അത് മാറ്റിയെടുക്കണം. അതിനാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെയാണോ? എന്നാൽ ചേച്ചിയെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, വല്ല അസുഖമാണോ? അതെ. എനിക്ക് അങ്ങനെ യാതൊരു അസുഖമില്ല. തന്റെ കാര്യമല്ലടോ, തന്റെ കൊച്ചമ്മയ്ക്ക്. പരീക്ഷയിൽ തോറ്റതുകൊണ്ടുള്ള അസുഖമാണെന്നാണ് ഈ സദാശിവന്റെ കണക്കുകൂട്ടൽ. കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ? ആഹാ, അല്ല, ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? അല്ല, വല്ല കുഴപ്പമോ മറ്റോ? അങ്ങനെ യാതൊരു കുഴപ്പമില്ല. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങ് ഇവിടുത്തെ ആരാണാവോ? അത് കൊള്ളാം. ഞാനിവിടുത്തെ ആരാണ്? എടാ ശിവ. എന്തോ? ഞാനാണ് ഇവിടുത്തെ കൈകാര്യകർത്താവ്. എന്ന് വെച്ചാൽ കാര്യസ്ഥൻ. ഓ, അതായത് സർവന്റ്. ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പഴേ ചേട്ടോ, ഓ ക്ഷമിക്കണം. ഞാൻ ചേട്ടനെ അറിയാതെ സ്വല്പം ബഹുമാനിച്ചു പോയി. എടാ, ഇന്നാട്ടിലൊരു കാര്യസ്ഥന്റെ യോഗ്യത എനിക്കറിയാവോ? കാര്യസ്ഥനാണെങ്കിലും കാര്യം വേറെ ആളുടേതല്ലേ? ഇക്കണക്കിന് നീ ഇവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞുകൂടുന്ന ലക്ഷണമില്ലല്ലോ. അതിന് ചേട്ടനെ, അല്ല,
താനേ എന്റെ കാര്യം നോക്കാണ്ടിരുന്നാ മതി. താനോ? ആ എടാ എന്താണ് അതൊക്കെ? ഓ, നിന്റെ കൊച്ചമ്മ ഒരു പള്ളിക്കൂടം വാദ്യാരിണിയായിരിക്കും. ഇത് കലയാണ്, ചിത്രവരക്കല. കൊച്ചമ്മ ഒരു കലാകാരിയാണ്. തനിക്കത് മനസ്സിലാവില്ല. ഓഹോ, അപ്പൊ അതാണല്ലേ സുഖക്കേട്. ഇതെല്ലാം അകത്തുണ്ട് വെക്ക്. അപ്പൊ നിനക്കെന്താ പണി? എനിക്കോ? ഞാൻ കൊച്ചമ്മയുടെ ആർട്ട് ഡയറക്ടറാണ്. ഡയറക്ടറോ? ആർട്ട് ഡയറക്ടർ. ആ, താനിവിടുത്തെ കാര്യസ്ഥരല്ലേ, അതായത് സർവന്റ് അല്ലേ? ഇതെല്ലാം അകത്തുണ്ട് വെക്ക്. അതൊന്ന് പള്ളി പറഞ്ഞാ മതി. ഭണ്ഡാരം കടിക്കണേ ഞാൻ. അല്ല കളി. ചേച്ചി, 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 എന്താ ചേച്ചി ഇത്? എന്താ മോളെ ഇത്? ഗോപി, ഗോപി, അത് അക്കരെ ഭാർഗവമ്മ അവരുടെ മോനെ വിളിച്ചതല്ലേ? ഭാർഗവമ്മേ, ഗോപി ആ കളപ്പുരയിൽ അവളെവിടെങ്കിലും കള്ളം കൊടുത്ത് നടക്കണ്ടാവും. നിന്നോട് ചോദിച്ചു അവനിപ്പോ എവിടെയാന്ന്? ചോദിച്ചില്ല. ഒരു സഹായം. സഹായം? മോൾ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. വാ, വന്നു കിടന്ന് ഉറങ്ങ. എന്താ ചേച്ചി, ഒന്നും വരയ്ക്കാൻ തോന്നുന്നില്ലേ? ഇല്ല ദേവു, എന്റെ മനസ്സിൽ ഒരു ചിത്രവും തെളിയുന്നില്ല. എന്നാ കുഞ്ഞ് ഈ കേശവന്റെ ചിത്രം വരച്ചാട്ടെ. മാറിയിക്കണോ? വെറുതെ കൊച്ചമ്മയുടെ പെയിന്റ് തേക്കണ്ട. എന്റെ ചിത്രം ഒന്ന് വരയ്ക്കണം കൊച്ചമ്മേ. എനിക്ക് വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാനാ. ഫ്ലെയിം ചെയ്ത് വെക്കേണ്ട ഒരു മുഖം. താൻ മാറിയിക്കണോ? ഞാനൊന്നും കൊടുക്കാം. നീ ഇരുന്ന് കൊടുത്താൽ മതി. നിങ്ങൾ വഴക്കൂട്ടാതെ ഇവിടുന്ന് പോകുന്നുണ്ടോ? നിന്നോട് അല്ല, രണ്ടുപേരോടും കൂടിയാ പോകാൻ. രണ്ടുപേരോട് ചേച്ചി എന്താ വരയ്ക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. രഘു, രഘു, ഒന്നിവിടെ വന്ന് നിൽക്കൂ. ചേച്ചി, ഈ രഘുവിന്റെ ചിത്രം വരച്ചോളൂ. കൊച്ചമ്മേ, നമുക്ക് ഈ ചിത്രത്തിന് കുട്ടനാടിന്റെ സന്തതി എന്ന് പേരിടാം. ചേട്ടാ, നിങ്ങളിവിടെ നിൽക്കാൻ ആര് പറഞ്ഞു? ഇവര് പറഞ്ഞിട്ടാ. ചേട്ടാ, ഇതാരാണെന്ന് ഗോപിച്ചേട്ടൻ അറിയാമോ? ഏവള്ളി തറവാട്ടിലല്ലേ? കേട്ടിട്ടുണ്ട്. വന്ന വിവരം പറഞ്ഞു. എടാ ഗോപി, ഇവര് നിന്റെ അനിയന്റെ ചിത്രം ഒന്ന് വരച്ചതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വിടാൻ പോണോ? നിങ്ങൾ പണവും പ്രതാപവും ഒക്കെ ഉള്ളവരാണ്. അതങ്ങ് കയ്യിലിരിക്കട്ടെ. പടവും വരച്ച് ഫോട്ടോയും എടുത്ത് ഇവിടെയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ വരയ്ക്കരുത്. പോടാ വീട്ടില്.
എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അവന്റെ ഒരു ചിത്രം. എല്ലാം മനസ്സിലായി. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ്. ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ വന്നോളൂ, പൊയ്ക്കോളൂ. പാവപ്പെട്ട ഞങ്ങളിൽ നിന്ന് നിങ്ങൾ കാണണ്ട. ഞങ്ങളുടെ പടങ്ങൾ വരയ്ക്കുകയും വേണ്ട. ചേട്ടാ എനിക്ക് വള്ളത്തിൽ കയറി ശീലമില്ല. എനിക്ക് കൊച്ചമ്മയുടെ കൂടെ കാറിൽ കയറിയ ശീലം. അതുകൊണ്ടല്ലേ നീ നൃത്തം വെക്കാതെ ഞാൻ നൃത്തം വെച്ചില്ല. എങ്ങനെ നൃത്തം വെക്കാൻ ഇഷ്ടം? അവിടെ ചുമ്മാ അയ്യോ, എനിക്ക് വള്ളം മുങ്ങും പറഞ്ഞ് പതുക്കെ പോവാം. അങ്ങനെ പോയാൽ മതി. വെറുതെ മനുഷ്യൻ പഠിപ്പിച്ച ഭാഗ്യമേ, ഭാഗ്യമേ, അവിടെ നിൽക്കണം, നിൽക്കണം. എന്താ കേശവ? നിങ്ങളെ കണ്ടൊരു 4 വാക്ക് പറയാൻ വന്നാ ഞാൻ. ഒരു 2 വാക്ക് എനിക്കും പറയാനുണ്ട്. എന്നാ നിന്റെ രണ്ടാദ്യം കഴിഞ്ഞോട്ടെ. ചേട്ടൻ 4 വാക്ക് കഴിഞ്ഞോട്ടെ. അല്ല നിന്റെ 2 കഴിഞ്ഞോട്ടെ. ചേട്ടൻ 4 വാക്ക് നിന്റെ 2 കഴിഞ്ഞോട്ടെ. എന്നാ നിങ്ങളുടെ 2 നാൾ കഴിയട്ടെ. ഭാഗ്യമേ, എന്താ പറയാന്ന് വെച്ചാൽ വേഗം പറ. എനിക്ക് വേറെ ജോലിയുണ്ട്. ആ ഗോപി എന്ന് പറയുന്ന അവൻ നിങ്ങളുടെ മകനല്ലേ? എന്താ അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കൊച്ചമ്മയെ. കൊച്ചമ്മയോ? ഇവനേതാ കേശവ? ഇവന്റെ പേര് സദാശിവൻ. വിജയലക്ഷ്മി കൊച്ചമ്മയുടെ കൂടെ എറണാകുളത്ത് നിന്ന് വലിഞ്ഞു കയറി വന്നതാ. ഒരു കഴുതയാ. അതെ, അത് താൻ. ഞങ്ങളുടെ കൊച്ചമ്മേ കുറച്ചു ദിവസം സ്വൈര്യമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി വന്നതാ. അതിന് നിങ്ങളെ മോൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഭാഗ്യമേ, ഈ തെങ്ങിലും കവുങ്ങിലും ഒരേമാതിരി തളപ്പ് കെട്ടിയാൽ അത് അപകടമാണെന്ന് നിങ്ങളുടെ മോനോടൊന്ന് പറഞ്ഞേക്കണം. അത് പറയാൻ അവൻ ആ കുഞ്ഞിനെ വല്ലതും ചെയ്തോ? ചെയ്തോന്നു? ആ കുഞ്ഞു വരച്ചൊരു നല്ല ചിത്രം അവൻ കീറി പുറത്ത് കായലിക്കായിരുന്നില്ലേ? ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലെങ്കിലേ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ആളെ കൊണ്ടുവരും. എന്താ അതിന് ഞങ്ങളൊക്കെ മരിച്ചിട്ട് മതി. എന്നിട്ടാണ് അവര് വന്നപ്പോ താനിവിടെ വാലും മടക്കിയിരുന്നത്. നീയൊക്കെ ഉണ്ടായിരുന്നോ? നീ എന്ത് ചെയ്തു? താനിവിടെ വാലും ചുരുട്ടിരിക്കില്ലായിരുന്നു. നീ വാലും പൊക്കിയിട്ടേ. നിങ്ങൾ എന്നെ വഴക്ക് കൂട്ടണ്ട. ഞാൻ അവനോട് ചോദിച്ചോളാം. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലേ ഇങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കും. നീ ചോദിക്കും. ഞാൻ ചോദിക്കും. ചോദിച്ച് സമാധാനമായിട്ട് തിരിച്ചു വാ. ഇനി കണ്ടെങ്കിൽ അയ്യോ എന്റെ അമ്മോ. ചേട്ടാ ഞാൻ ചോദിക്കുന്നില്ല. ചേട്ടൻ ചോദിച്ചാൽ മതി. എന്റെ അമ്മോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ആരോട് പറയും? ആര് പറഞ്ഞാൽ കേൾക്കും? ഇങ്ങനെ ഒരു ദുസ്വഭാവം എന്റെ പൊന്നുമോനോട് ഇരിപ്പുണ്ടോ? ഞാൻ പിന്നെ എവിടെ പോകണമെന്നാണ് പറയുന്നത്? എടാ, നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടെ താമസിക്കുകയില്ല. ഞാൻ എന്റെ ആങ്ങളോട് പോയി താമസിക്കും. പറഞ്ഞേക്കാം. ചിരിക്കുന്നു. ഇപ്പോഴും അമ്മേനെ പറഞ്ഞ് പേടിപ്പിക്കാറുള്ളതല്ലേ? ആ, എന്നാ അങ്ങനല്ല, ഞാൻ പോവുക തന്നെ ചെയ്യും. എടാ, നിന്റെ ഈ സ്വഭാവം ആ പെണ്ണിനോട് എന്തിനാ കാണിച്ചത്? ആ പെണ്ണ് ആരാണെന്ന് നിനക്കറിയാമോ? ഓ, എനിക്കറിയാം. അവർക്ക് എറണാകുളത്ത് വലിയ കാറും ബംഗ്ലാവും കൊണ്ടായിരിക്കും. അത് അവളുടെ കാര്യം. അമ്മേ, ആ പെണ്ണിന്റെ ഒരു പണം വരച്ചതിനെ ചേർത്ത് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. വിട്ടേ, പെണ്ണുങ്ങളെ കണ്ടാ നീ നിന്നെ തന്നെ മറക്കുന്നുണ്ട്. ഞാനിതൊന്നും അറിയുന്നില്ല എന്ന് കരുതണ്ട. അവന് നിന്നെ പോലെ പെണ്ണുങ്ങളെ കുറിച്ച് നടക്കണമെന്നാണ് പറയുന്നത്. വേണ്ട, നാണവും മാനവും കെട്ട് കണ്ട പെണ്ണുങ്ങളുടെ ഒക്കെ പുറകെ നടന്നോട്ടെ. ചേട്ടനെന്താ ദേഷ്യപ്പെടുന്നത്? ആ സ്ത്രീ ചേട്ടന് കല്യാണം ആലോചിക്കാൻ വന്നതാണോ? ഇതെന്താണ് ആരെങ്കിലും കഴിയുമ്പോൾ എന്തായാലും പോകുന്നത്? അത് കൊള്ളാമല്ലോ. കണ്ടോമ്മേ, കല്യാണം വാക്ക് കേട്ടപ്പോഴേ ചേട്ടൻ ദേഷ്യം വന്നു. ഈ കണക്കിന് എന്റെ കാര്യം കുഴപ്പമല്ലോ. അതെന്താണ്? ചേട്ടന് കല്യാണം വേണമെങ്കിൽ എനിക്ക് വേണ്ടേ? ആഹാ, എന്നിട്ട് കൊണ്ടുപോവാ. അത് കൊള്ളാം. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വരുന്നവരാണ്. ഗ്രാമത്തിലെ മനുഷ്യന്റെ മനസ്സിന്റെ പരിശുദ്ധി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ചേച്ചി എന്താ ആലോചിച്ച് കിടക്കുന്നത്? എന്താ ചേച്ചി? ദേവുവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നു. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആ ചേച്ചി. ആരെയാ? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ സ്നേഹത്തെ പറ്റിയല്ല ചോദിച്ചത്. പിന്നെ പല
എന്താ മറുപടി പറയാത്തത്? ഒരിക്കൽ ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. എന്നിട്ട് അങ്ങക്ക് എന്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. ആരാ അത്? അങ്ങനിപ്പ ഇല്ല, മരിച്ചുപോയി. ദേവു ചിരിക്കുന്നു. അത് ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും ചിരിയാ വരിക. ആ, നേരം കുറേയായി, ചേച്ചി ഉറങ്ങിക്കൊള്ളു. തന്റെ മുഖം കണ്ട അന്ന് തന്റെ പാട്ട് പോടും. ഒന്ന് വൈകുന്നേരക്കേ ഇതിലേ പോയിക്കോ. അതിനെന്താ? നീ ഇങ്ങോട്ട് ഇറങ്ങി കൊടുക്കണം. സ്ത്രീധന ആദ്യം ഇങ്ങോട്ട് പോട്ടെ. ആനയൊന്നല്ലോ, മനുഷ്യനല്ലേ. ഇതിലേ പോയിക്കൂടെ? ഇതിലേ പോയിക്കോ. ശല്യമായല്ലോ. ഇതിലേ പോയാ മതി. ഇതാ നല്ല വഴി. ഇതിലേ വായി നോക്കി നീ ഇങ്ങോട്ട് മാറണ്ട. കുട്ടി എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? വേണ്ട, ഇതിലേ പോയിക്കോ. ഇതാ നല്ല വഴി. ഇതിലേ പോയിക്കോ. ആലവലാതി വേണ ഞാൻ പിടിക്കാ. കേശവേട്ടാ, ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. ഒന്നറിയണമല്ലോ. എനിക്കറിയില്ലടാ. നമുക്കൊന്ന് അന്വേഷിക്കാം. നീ വേണി പോയി അന്വേഷിച്ചു. എവിടെ ചെന്ന് അന്വേഷിക്കാൻ? എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അതാ അങ്ങോട്ടേയല്ലേ. എവിടെ? അയാളോട് ചോദിച്ചാ മതി. ഇന്നാട്ടിലെ പെണ്ണുങ്ങളുടെ എല്ലാ വിവരവും അയാൾക്ക് കേശവേട്ടന്മാർ 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 മാറാൻ പറഞ്ഞില്ലേ? ഓടാ, കാശ് പിന്നെ തരാം. നിനക്ക് എന്താ വിശ്വാസമില്ലേ? ഓടാ വന്ന്. എന്ത് വേണം? ഒന്ന് ചോദിച്ചോട്ടെ, എന്ത് വേണമെന്ന്? ഇപ്പൊ തന്നെ സുന്ദരിയായ ഒരു പെണ്ണ് ഇതിനകത്തോട്ട് കയറിയില്ലേ? ഏതാ അവള്? പെണ്ണോ? ഇതിനകത്തോ? എപ്പോ കേറി? ഇപ്പൊ കേറി. ഇവിടെ എങ്ങും വന്നില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ. ഞാൻ കണ്ടില്ല. എങ്കിൽ നിങ്ങളുടെ കണ്ണിന് തകരാറും കാണും. എന്റെ കണ്ണിന് ആ ഒരു കുഴപ്പമില്ല. അത് കള്ള് ഷാപ്പാ. ഏത് ഷാപ്പായാലും പെണ്ണകത്തുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എന്ന് പറ. അപ്പൊ പെണ്ണകത്തുണ്ട്. ഇനി അവൾ ഏതാണെന്നും കൂടി ഒന്ന് പറഞ്ഞതാ. അറിഞ്ഞിട്ട് എന്താ കാര്യം? കാര്യണ്ട്. ദേവി ഏതൊന്ന് പറഞ്ഞതാ. എന്റെ ഒരു അന്ത്യാഭിലാഷമാണ്. ഓ, അന്ത്യാഭിലാഷം. അതായത് മരിക്കുന്നതിന് മുമ്പുള്ള അഭിലാഷം. ഒടുക്കത്തെ അഭിലാഷം അല്ലേ? ഓ, പറഞ്ഞുതരാം. ഓമനെ 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 ഓമനെ, നീ ആരാന്ന് പിന്നൊന്ന് അറിഞ്ഞു നോക്കൂ. ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇങ്ങയുടെ സഹോദരിയാണ്. ഇപ്പൊ മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഇല്ല, മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി. ഇല്ലടാ. എടാ, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ത് വഴി? ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണ ഏതാണെന്ന്? തന്നെ എടുത്തോളാ. ഞാൻ അങ്ങോട്ട് വരാം എടുക്കാൻ. ആ, അതാണ് നമ്മുടെ അമ്പലം. ഇനി നമുക്ക് കാണാനുള്ളത് അക്കരെയാണ്. അവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? എങ്ങനെ അക്കരയ്ക്ക് പോകും ദേവു? ചേട്ടാ, എന്താടി? ഞാൻ ഈ ചേച്ചിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിന് ഞാനെന്ത് വേണം? ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ? വേണ്ട ദേവു. നീ എന്നെ കളിയാക്കാണോ? അയ്യോ ഇല്ല ചേട്ടാ, കാര്യമായിട്ടാ പറയുന്നത്. എന്ത് കാര്യമായാലും അവനവന്റെ സൗകര്യത്തിന് പൊയ്ക്കോണം. ദേവു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൊച്ചമ്മേന് വേണമെന്ന് പറഞ്ഞാലും അതിന് ഗോപിയെ കിട്ടില്ല. ചേട്ടൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? വാശിയല്ല, നിന്നെ ഒന്നും ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റില്ല. നിന്റെ കൊച്ചമ്മ വലിയ പണക്കാരിയല്ലേ, ബോട്ടിൽ കയറി പോരുത്. ചേച്ചിക്ക് വള്ളത്തിൽ തന്നെ കയറാൻ വേണ്ടിട്ടാ ദേവു. അതിന് മറ്റു വല്ല അലവലാദികളുടെ വെള്ളവും നോക്കാൻ പറ.
എടി ദേവേ, നിനക്കറിയില്ല അവന്റെ സ്വഭാവം. ഈ ലോകത്തൊരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പിന്നെ ഗോപിച്ചേട്ടന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാണ്. ഇതാ 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 ഇതേ അവന്റെ അനിയനാ. അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ. മിണ്ടാതിരിയടാ. എവിടെയും കാണുകയില്ല ഇങ്ങനെ ഒരു ചേട്ടനി അനിയനി. ആ പൗലുസേട്ടാ, ഓ, ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ. എന്താ ഒരു വഴി? ഈ പെൺകൊച്ചിനെ ഈ കുട്ടനാടൊന്ന് ചുറ്റി കാണിക്കണം, അത്രയല്ലേ വേണ്ടൂ. ഞാൻ ഏറ്റു. വന്നോ. ചേച്ചി വരൂ വരൂ, നമുക്ക് പോവാം. കേറിയട്ടെ. ഇനി ഇവിടെ നമ്മൾ കാണാനുള്ള ഒരൊറ്റൊരു കാഴ്ചയെ ബാക്കിയുള്ളൂ. അതോ ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം. നമുക്ക് അങ്ങോട്ട് പോവാം. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല 1ാം ക്ലാസ് പെടപെടയ്ക്കുന്ന കരിമീൻ പൊരിച്ചുതരാം. ചേച്ചിക്ക് കരിമീൻ ഇഷ്ടമാണോ? എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ല. എനിക്ക് ഉള്ളതാകെ ഒരാളേ ഉള്ളൂ, അത് ഞാൻ തന്നെയാ. കുഞ്ഞിനെന്താ ഒരു മനോവിഷമം പോലെ? ഒന്നുമില്ല. അല്ല, കുഞ്ഞെന്തോ കാര്യമായ ആലോചനയിലാണ്. ഈ പൗലോസേട്ടനോട് പറയില്ലേ? ഞാൻ ആ ഗോപിച്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓ, അവന്റെ കാര്യമാണോ? അവന്റെ കാര്യം കുഞ്ഞങ്ങ് വിട്ടേക്ക്. അവനിപ്പൊ ഈ നാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവനായിരിക്കുക. അങ്ങനെ ആവാൻ എന്താ കാരണം ചേട്ടാ? അതൊരു വലിയ കഥയാണ് ചേച്ചി. ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട. അവന്റെ കഥ വളരെ സങ്കടമുള്ള ഒരു കഥയാണ്. കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ പറഞ്ഞുതരാം. എനിക്കറിയണം. കുഞ്ഞെ, അവനെ പോലെ ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ ഈ കുട്ടനാടൻ പ്രദേശത്ത് കാണാൻ പ്രയാസമായിരുന്നു. നല്ല കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരൻ. ഇതുപോലൊരു കൊയ്ത്തുകാലം. ചേട്ടാ അനങ്ങരുതേ, അങ്ങനെ തന്നെ ഇരിക്കണേ. എനിക്കൊരു ഫോട്ടോ എടുക്കാനാ, പ്ലീസ്. ആ അങ്ങനെ തന്നെ. ആ റെഡി? അങ്ങനെ തന്നെ ഇരിക്കണേ. ഓക്കെ. കൊച്ചമ്മയ്ക്ക് എന്തിനാ എന്റെ ഫോട്ടോ? ഞാൻ കൊച്ചമ്മയല്ല, എന്റെ പേര് രാഗിണി. എന്നെ രാഗിണി എന്ന് വിളിച്ചാൽ മതി. അയ്യോ, അത് പാടുണ്ടോ? ജന്മിയുടെ മകളായതുകൊണ്ടാണോ? ചേട്ടാ, അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല. ആരായാലും മനുഷ്യരല്ലേ. ശരി, രാഗിണി. രാഗിണി എന്തിനാ ഈ കുട്ടനാട്ടിലേക്ക് വന്നത്? വെക്കേഷൻ അല്ലേ എന്ന് വെച്ചാ കുറച്ച് ദിവസത്തെ കോളേജില്ല. നെല്ല് കൊയ്ത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു രസമല്ലേ, കൂടെ പോന്നു. പണക്കാരായ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ പിടിക്കുമോ? ഇവിടെയാണ് മനുഷ്യരുള്ളത്, ഇവിടെയാണ് പ്രകൃതി ഭംഗിയുള്ളത്. എന്നാലേ ഒരു കൊച്ചു വെള്ളത്തിൽ കയറി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണണം. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ? ഞാനോ? എന്താ, പാടില്ലേ? ആ, നാളെ ആകട്ടെ. താങ്ക് യു വെരി മച്ച്. ചേട്ടാ, അങ്ങനെ ഒന്നിരിക്കണേ. റെഡി? താങ്ക് യു. ഇത് പാടം, ഇത് കായൽ. അങ്ങ് ദൂരെ കാണുന്നത് അതാണ് ഇവിടുത്തെ ക്ഷേത്രം. കുട്ടനാടിന് ഒരു പ്രത്യേകതയുണ്ട്. രാഗിണി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളവും കരയും തമ്മിൽ മമതയിലല്ല. കായലിലെ വെള്ളത്തിന് നിരപ്പിന് താഴെയാണ് ഭൂമി. കാണുന്നുണ്ടോ? ശരിയാ, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ, നിക്കൂ, ഒരു ഫോട്ടോ എടുത്തോട്ടെ.
ചേട്ടൻ തന്നെ വണ്ണം നുഴയാൻ പഠിപ്പിക്കാമോ? അതിനെന്താ, നീ വരും. ആ അങ്ങനെ അയ്യോ, തൊഴിയും. ആ. ചേട്ടാ ഒന്നൂടെ. സ്മൈൽ സ്മൈൽ സ്മൈൽ. ഓക്കെ. ചേട്ടാ, ഈ ചിത്രങ്ങളെല്ലാം ഞാൻ ക്യാമറയിലേക്കല്ലേ പതിപ്പിച്ചത്, പിന്നെ എന്റെ മനസ്സിലേക്കാ. രാഗിണി, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ചേട്ടന്റെ കൂടെ മാത്രമായിരിക്കും. രാഗിണി എന്താണ് ഈ പറയുന്നത്? അതെ ചേട്ടാ, മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല. ഞാനാര്, നീ ആര്, അത് മറക്കരുത്. എന്ത് മറക്കുന്നു എന്നതല്ല ചേട്ടാ കാര്യം, എന്തോർക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് എന്റെ കൈ പിടിക്കാൻ ഒരു പുരുഷനെയാണ് വേണ്ടത്. ആ ശരിയാണ്, പക്ഷേ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈ പിടിക്കാൻ ചേട്ടനും ആഗ്രഹമില്ലേ? ഉണ്ട്. എങ്കിൽ ഇതാ എന്റെ കൈ. രാഗിണി, ഞാൻ ഈ കൈ പിടിച്ചുകൊള്ളു. എന്തുകൊണ്ട്? ഞാനൊരു സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തവനാണ്. ചേട്ടൻ എന്നോടല്ലല്ലോ, ഞാൻ ചേട്ടനോടല്ലേ യാചിക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പോലും. എന്റെ സ്നേഹം കൊണ്ട് ഞാൻ ചേട്ടനെ വിശ്വസിപ്പിക്കും, എന്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കും. എടാ ഗോപി, നിന്നെ സമ്മതിക്കണമല്ലോ, ഇത്ര വേഗം പെണ്ണ് കറക്കെടുത്ത് കളഞ്ഞല്ലോ. കാടിവെള്ളാണെങ്കിലും മൂടി കുടിക്കണം എന്നാ പറയാ. ഇങ്ങനെ ഇത്ര പരസ്യമായിട്ടൊക്കെ തുടങ്ങിയാലോ ഗോപി? ഗോപി പിടിച്ചത് പുളിങ്കൊമ്പാണ്. പുളിങ്കൊമ്പാണെങ്കിലും പുളിയുറുമ്പ് കാണും. ഇവൻ ഒരാള്, അവളൊരു പെണ്ണും. ആ പെണ്ണിന് ഗോപി അങ്ങ് ഇഷ്ടമായി. അതിന് നിങ്ങൾ എന്തിനാണ് അസൂയപ്പെടുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്ക് പോലോ ചേട്ടാ. ആണും പെണ്ണും ആണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ആണ് കൊച്ചുവെള്ളത്തിലും പെണ്ണ് മോട്ടോർ ബോട്ടിലുമാ. കായലാണെങ്കിൽ നിറച്ച് പായലും. അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക്. എടാ ഗോപിയേ, ഇത് പോക്കാ. എങ്ങും പോയല്ല. എനിക്ക് വയസ്സായതുകൊണ്ട് വന്നതാ. അല്ലേ, ഗോപിച്ചേട്ടൻ ഈയിടെയായിട്ട് വലിയ ഇഷ്ടിയിലും ഒരുക്കത്തിലും ഒക്കെ ആണല്ലോ നടക്കുന്നത്. ഓടി നീർത്തോലി പണിയൊക്കെ വന്നിരിക്കുന്നോളി. ദേവ് അറിയില്ലേ, ചേട്ടൻ ഈയിടെയായിട്ടൊരു കാമുകല. ഏതാ പെണ്ണ്? ചേട്ടനോട് ചോദിച്ചു പറഞ്ഞിരുന്നു. തലയ്ക്കൊരു കടി വെച്ചിരുന്നു. ഗോപി, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കാത്ത ബന്ധത്തിനൊന്നും ആരുമായിട്ടും പോകണ്ട, ഞാൻ പറഞ്ഞേക്കാം. ചുമ്മാ പറയണമേ, വായി നോക്കി. അമ്മ തടുക്കാനും മുടക്കാനും ഒന്നും പോകണ്ടമേ. എനിക്ക് തന്നെ വയസ്സ് എത്രയായിന്ന. അതുപോലെ ചേട്ടന്റെ കാര്യം പറയാനുണ്ട്. എങ്ങനെയെങ്കിലും ആ വള്ളം കരക്കെടുത്തോട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക്. നിനക്ക് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. നീ കാര്യം രാഗിണി, ഇവിടെ ഈ സമയത്ത്? ചേട്ടൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. അസമയം വളരെ കണ്ടാൽ. മറ്റുള്ളവർ കാണുന്നതും അറിയുന്നതും എനിക്കൊരു പ്രശ്നമില്ല ചേട്ടാ. എങ്കിലും വിവാഹം കഴിയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നാട്ടുകാരെ അറിയിക്കാനില്ലേ, അത് ആഘോഷത്തോടെ വേറെ നടന്നുള്ളൂ. രാഗിണി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ സത്യം ചേട്ടനെ വിശ്വസിപ്പിക്കാനാണ്. ഞാൻ വിശ്വസിക്കുന്നു രാഗിണി. എന്റെ വെക്കേഷൻ കഴിയാറായി.
ഞാൻ പോകും. പിന്നെ വിവാഹപ്പന്തലിൽ വെച്ച് നമ്മൾ കാണും. ഞാനിപ്പോഴേ എന്റെ മനസ്സും ശരീരവും ചേട്ടനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഭാർഗവമ്മ ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. മകന്റെ കാര്യങ്ങൾ അമ്മ കൂടി അറിയണ്ടേ? നേരാണോ വേലു ഇത്? ഗോപിക്കവളെ അങ്ങോട്ടും ഇഷ്ടമാണോ? അയ്യോ, ഇഷ്ടമാണോന്നു അവന് വേണ്ടി അവൾ ചാകാൻ നടക്കല്ലേ? ഈ പ്രദേശത്ത് ഇതിപ്പോൾ ഒരു പാട്ടാണ് ഭാർഗവമ്മേ. ഒരു പെണ്ണ് എന്റെ മോനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനത്തെ പെണ്ണാണോ? അവര് വലിയ കാശുകാരല്ലേ? എന്റെ മോനെ കാശിക്കാമോ? അത് തന്നെ ഞങ്ങൾ ചോദിച്ചുള്ളൂ. എന്തായാലും ഇത്ര കാര്യമായിട്ട് അമ്മയോട് പറയുന്നത്? എന്തുവാടാ ഈ കേൾക്കുന്നത്? എന്തായിരുന്നു? ആരും അറിയില്ലെന്നൊന്നും വിചാരിക്കണ്ട. നീയും ആ രാഗണി കുഞ്ഞും തമ്മിൽ. അതെ ശരിയാണ്. ചേടാ, നീ ആര്? അവളാര്? ഞാനൊരാണ്, അവളൊരു പെണ്ണ്. അത് പേര് കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ അതിനപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ട്. അതൊക്കെ ആലോചിക്കാനേ എന്റെ അമ്മയുണ്ട്. എന്നാലും ഈ വെള്ളം കടവിലെടുക്കാൻ കുറച്ച് വിഷമാണല്ലോ ഗോപി. ഒരു വിഷമം ഉണ്ടാവില്ല. ഞങ്ങളെ ഇവിടെയൊക്കെ തന്നെ കാണും. എടാ, ഈ കായൽ വറ്റിപ്പോയില്ലെങ്കിൽ ഞാൻ അവളെയും കൂട്ടി കടവത്തൊന്നും ഇറങ്ങും. മോനെ, നല്ല ധൈര്യമുണ്ടല്ലോ. ആ, നല്ല ധൈര്യമുണ്ട്. എന്നാലേ കായൽ വെച്ചാതെ ഞങ്ങൾ നോക്കിക്കോളൂ. നീ അവളെ ഇവിടെ കൊണ്ടുവന്നിറങ്ങും. ഇറക്കേണ്ട ചെയ്യൂടാ. മോനെ, നീ ഒന്ന് വെറുതെ ഇരിക്കേ. യവന്മാരെന്തെങ്കിലും പറഞ്ഞിട്ട് ഓട്ടമേ, നമ്മ സമാധാനിക്കും. നമുക്കൊന്ന് കാണണം. രാഗിണി പോകരുതെന്ന് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ചേട്ടൻ രാത്രിയിൽ ഈ കാവൽപ്പുരയിലല്ലേ കിടക്കാറ്. എന്റെ ഓർമ്മകൾ ഇന്നും അവിടെ ഉണ്ടാവും. അങ്ങനെ എത്ര നാൾ കഴിയും? എന്റെ പരീക്ഷ കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് പുറപ്പെടും. കൂടെ ചേട്ടന്റെ രാഗിണി ഉണ്ടാവും. അന്ന് അച്ഛൻ തന്നെ ചേട്ടന്റെ അമ്മയെ കണ്ട് സംസാരിച്ച് ഉറപ്പിക്കും. എന്താണ് ഉറപ്പിക്കുക ചേട്ടാ? എന്താ? ചേട്ടൻ പറയണം. നമ്മുടെ വിവാഹം. അതെ, അടുത്ത കൊയ്ത്തുകാലാകുമ്പോഴേക്കും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കും. ചേട്ടൻ വിഷമിക്കാതിരിക്കണം. പോകാൻ സമയമായി.
അടുത്ത കൃഷി ഇറക്കാറായി. നിന്റെ കാമുകിയുടെ പരീക്ഷ ഒന്നും കഴിഞ്ഞില്ലേ? ആ പരീക്ഷ ഇനി കഴിയില്ലെന്നാ തോന്നുന്നത്. എന്നെ പരിഹസിക്കുകയാണോ? ആ, ഇതെന്ത് കഥ? ഗോപി തന്നെയല്ലേ പറഞ്ഞത് ഈ കായൽ പറ്റിപ്പോവില്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് ഈ കടവിൽ വന്നിറങ്ങുമെന്ന്. അതൊന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യൂടാ. അതെപ്പോഴാണെന്നാ ചോദിച്ചത്. ഗോപി ഒരു കാര്യം ചെയ്യും, എറണാകുളത്ത് പോയി പരീക്ഷയൊക്കെ നടത്തി അവളെയും കൂട്ടി ഇങ്ങോട്ട് പോരും. അല്ലെങ്കിൽ ഇവന്മാർക്കൊന്നും ഒരു സമാധാനം കിട്ടില്ല. അതാ ഞാനും പറയുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്ന് ഉണങ്ങിയിട്ട് യാതൊരു പ്രയോജനമില്ല. ഇതിന്റെ ഒരു അറ്റാന്ന് പിടിച്ചേ. ഓലയുടെ കെട്ടെന്ന് ആരാ? രാഗിണിയുടെ വീട് ഇതല്ലേ? എന്തു വേണം? ഒന്ന് കാണണം. അകത്തേക്ക് വരൂ. ഇരിക്കൂ. ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ കുട്ടനാട്ടുന്ന പേര് ഗോപി. രാഗിണിയെ കാണണമെന്ന് പറഞ്ഞല്ലോ. ഞാനവിടെ സഹോദരനാ. വിരോധമില്ലെങ്കിൽ കാര്യം എന്താണെന്ന് എന്നോട് പറയാം. നേരിട്ട് പറയാനുള്ളതാ, ഒന്ന് വിളിപ്പിക്കണം. ശശിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നും അവൾക്കില്ല. എന്താന്ന് വെച്ചാൽ അവിടെ പറഞ്ഞാൽ മതി. രാഗിണിയുടെ കുട്ടനാട്ടിൽ വന്നപ്പോ ഞങ്ങൾ പരിചയപ്പെട്ടു. ഓഹോ, അവളുടെ വിവാഹമാണെന്നറിഞ്ഞ് വരികയായിരിക്കും. വിവാഹമോ? രാഗിണിയുടെ വിവാഹമോ? അതെ, ഒരുക്കം നടക്കുന്ന കണ്ടില്ലേ? എന്തു പറ്റി? ആരുമായാണ് വിവാഹം? അതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യം. കാര്യമുണ്ട്. നിങ്ങളുടെ സഹോദരനെ വഞ്ചിക്കുകയായിരുന്നു. അവൾ എവിടെ ഇങ്ങോട്ട് വിളിക്കൂ. വിളിക്കാം. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ തമ്മിൽ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന് പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് പോകുന്നത്. ഓ, രാഗിണി, രാഗിണി. എന്താ ചേട്ടാ? എന്താ മോനെ, ഇയാൾ ആരാ? ഈക്ക് രാഗിണിയെ ഒന്ന് കാണണമെന്ന്. എടി, നിനക്ക് ഇയാളെ പരിചയമുണ്ടോ? ആ, ഉണ്ട് ചേട്ടാ. ഇയാൾ പറയുന്നു നീ ഇയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണെന്ന്. ശരിയാണോ? എന്ത്? ഞാനോ? ഇയാളെ വിവാഹം കഴിക്കാമെന്നോ? രാഗിണി, ഞാൻ ചോദിക്കട്ടെ, അപ്പോ ഇയാള് പറയുന്നത് സത്യമല്ല? അല്ല, ഇയാളെ ഞാൻ ആ പാടത്തും കളത്തിലും ഒക്കെ വെച്ച് കണ്ടിട്ടുള്ളതല്ലാതെ മറ്റേ യാതൊരു ബന്ധവുമില്ല. എന്ത് ബന്ധം? എടീ, ഈ കല്യാണം മുടക്കാൻ നീ മനഃപൂർവ്വം തീരുമാനിച്ചതാണോ അതോ നിന്നെ വല്ലൊരു അയച്ചതാണോ? അത് നിങ്ങൾ ഇവളോട് ചോദിക്കൂ. ഇവൾ എന്നെ കയറി പ്രേമിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ എല്ലാ ബന്ധങ്ങളും നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ എന്റെ സഹോദരി അവമാനിക്കാണോ? ഇവൾ എന്നെ അപമാനിക്കുകയായിരുന്നു. ഡീ, നീ എന്നെ മാത്രമല്ല നിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന പുരുഷനെ കൂടിയാണ് വഞ്ചിക്കുന്നത്. ചേട്ടാ! രാഗിണി, നീ അകത്തോ. വാ, ഇവിടെ നിന്ന് ബഹളം വെക്കാം. നമുക്ക് സമാധാനമായിട്ട് അകത്തിന് സംസാരിക്കാം. വരൂ.
കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇനി പോവാ. ഒരു കാമുകം വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ വീടായിപ്പോയി. ഇവിടെ വെച്ചതിന് മറുപടി പറയാൻ ഞാനൊരു എരപ്പാളിയല്ലടാ. ഇനി ഇവിടെ ഒന്ന് നാമരയ്ക്കാൽ നിന്നെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും. പോകുന്നുണ്ടോ വെളിയിൽ? ഞാൻ പോകുന്നതാ. ആത്മഹത്യ ചെയ്യാനാണെന്ന് കരുതണ്ട. എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണാം. അല്ല, തനിച്ചേ ഉള്ളോ? എറണാകുളത്ത് പെണ്ണ് കെട്ടാൻ പോയിട്ട് പെണ്ണെവിടെ? ചിലപ്പോ കല്യാണത്തിന്റെ തീയതി നിശ്ചയിച്ചു വരികയായിരിക്കും. ഊവേ, എന്നാ കല്യാണം? കല്യാണത്തിന് ഞങ്ങളെ കൂടി ക്ഷണിക്കണേ. നോക്കി പേടിപ്പിക്കുന്നു. വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ട് പോടാ. അവിടെ നിക്ക്. വരവ് കണ്ടിട്ടേ പെണ്ണ് ചൂലുകൊണ്ട് അടിച്ചിറക്കിയ ലക്ഷണം ഉണ്ടല്ലോ. നിങ്ങൾ ആരും ഇപ്പൊ സംസാരിക്കാൻ നിൽക്കണ്ട. അതാ നല്ലത്. പോകുന്നുണ്ട് മുമ്പിന്ന്. ഓ, അപ്പൊ പോക്ക് തന്നെ. മനസ്സിൽ കാറും ബംഗ്ലാവും ഒക്കെ അല്ലായിരുന്നോ? എടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. ഹുപ്പ്. കിട്ടിയില്ലേ? മതിയായില്ലേ? നീ സമാധാനമായി. ഞാൻ നടത്തി തരുന്ന കല്യാണം. നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങൾ ആ സംഭവത്തിന് ശേഷം അവന് സ്ത്രീ എന്ന് പറഞ്ഞാൽ വിരോധമാണ്, വെറുപ്പാണ്. അങ്ങനെ തകർന്നു കിടക്കുകയാണ് കുഞ്ഞ് അവന്റെ ജീവിതം. ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കിയതാണ് അവന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാൻ. പക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല. ഇനി ആർക്കെങ്കിലും അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കതൊക്കെ വിടാം. പോലീസ് ചേട്ടൻ ആ കായലിൽ ഇറങ്ങി രണ്ടുപാട് വീഴ്ച നോക്കട്ടെ. ഗോപിയെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ പോലീസ് ചേട്ടന് അനുവാദം വേണം.
ആ ഈ വേണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ അതൊക്കെ അവന് മറക്കേ. എന്നിട്ട് ഒരു പെണ്ണും കെട്ടി ജീവിക്കാൻ നോക്ക്. ചേട്ടന് വേറെ വല്ലതും പറയാനുണ്ടോ? നല്ലൊരു പെണ്ണ. നിന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവള് തന്നെ വന്ന് നേരിട്ട് എന്നോട് പറഞ്ഞതാ. അവള് നിന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാ. ആഹാ, അത്രയ്ക്ക് ധൈര്യമുള്ള പെണ്ണോ? ആരാത്? തേവള്ളി തറവാട്ടിൽ വന്ന വിജയലക്ഷ്മി കുഞ്ഞ്. ഈ ചിത്രം പൂർത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഓർമ്മകളിൽ നിന്നാണ് ഞാൻ വരയ്ക്കുന്നത്. അത്രയ്ക്ക് ചേട്ടൻ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അല്ല ചേട്ടാ. പിന്നെ വിവാഹാലോചന നടത്തിയത്? ഒരു സ്ത്രീ നൽകിയ ദുഃഖം മറ്റൊരു സ്ത്രീക്ക് മായ്ച്ചു കളയാൻ കഴിയില്ലേ? ഒരിക്കലും കഴിയില്ല. കാരണം സ്ത്രീ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളുടെയും സ്വഭാവം ഒന്നാണ്. അത് തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ചേട്ടാ. നീ പട്ടണത്തിൽ നിന്ന് ഇവിടെ താമസിക്കുന്നത് ഇതിനാണോ? ഞാനൊന്നും അന്വേഷിച്ചല്ല ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വെച്ച് ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ എന്റെ മനസ്സ് ചേട്ടനെ അന്വേഷിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇതിനേക്കാൾ മധുരമായതൊക്കെ മറ്റൊരു പെണ്ണിൽ നിന്നും കേട്ടവനാണ് ഞാൻ. ആ പെണ്ണിലൂടെ ചേട്ടൻ ലോകത്തിലെ മുഴുവൻ സ്ത്രീകളെയും കാണരുത്. ഞാൻ കാണും. സ്ത്രീകൾക്ക് മാംസദാഹം മാത്രമേ ഉള്ളൂ. അവർ പുരുഷനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും അതിന്റെ പേരിൽ മാത്രമാണ്. ചേട്ടാ, നിനക്കും അതാണ് ആവശ്യമെങ്കിൽ അതിന്റെ പേരിൽ ഒരു വിവാഹാലോചന ഒന്നും നടത്തണമെന്നില്ല. എന്താ, ഒന്നും പറയാനില്ലേ? സ്ത്രീ പുരുഷ ബന്ധത്തിൽ ദുഃഖത്തിന്റെ ഒരു ഭാഗം മാത്രമേ ചേട്ടൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് തന്നെ മതി ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ. പോരാ, അതിന്റെ മറുഭാഗം കൂടി ചേട്ടൻ മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ? വേണ്ട, കേൾക്കണ്ട. മറ്റാരുടെയും കഥയല്ല ചേട്ടാ, എന്റെ കഥ. ചേട്ടന്റെ മനസ്സ് കണ്ടെത്താൻ സഹായിച്ച എന്റെ ദുഃഖത്തിന്റെ കഥ. ആ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി ദാഹിക്കുന്നു എന്ന് ചേട്ടന് മനസ്സിലാവും. കോളേജിൽ പഠിക്കുമ്പോൾ ഗോപി എന്നൊരു പാവപ്പെട്ട വിദ്യാർത്ഥിയുമായി ഞാൻ സ്നേഹബന്ധത്തിലായി. പദമണിയും രത്നശിഞ്ചിനി ശശിരേഖേ ശശിരേഖേ നീ ഇന്നൊരു മേഘരഞ്ജിനി ശീതളപൂശരന ഹൃദയരഞ്ജിനി രഞ്ജിനി മന്മഥൻ തന്നുടെ പുഷ്പധനുസ്സിലെ സമ്മോഹനാസ്ത്രങ്ങൾ ചൊരിഞ്ഞു സമ്മോഹനാസ്ത്രങ്ങൾ ചൊരിഞ്ഞു
ശശിരേഖ നീ ഇന്നൊരു മേഘരഞ്ജിനി ശീതളപൂശരന ഹൃദയരഞ്ജിനി ശിവസംഗമലയം പോലെ രതിരമണോത്സവ നൃത്തമുണർന്നു രതിരമണോത്സവ നൃത്തമുണർന്നു ശശിരേഖ നീ ഇന്നൊരു മേഘരഞ്ജിനി ശീതളപൂശരന ഹൃദയരഞ്ജിനി രഞ്ജിനി വിവാഹം കഴിവതും വേഗം നടത്തുന്നത് എനിക്ക് സൗകര്യം. നാളെ എന്ന് പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. ഇവന് ഷിപ്പിലെ ജോലിയല്ലേ, വിചാരിക്കുന്ന പോലെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാ. പിന്നെ ഞങ്ങൾക്കാണോ താമസം? അത് നമുക്ക് ഏറ്റവും അടുത്തൊരു നല്ല മുഹൂർത്തം നോക്കി നടത്താം. ഏതായാലും നമ്മൾ വാങ്ങാവുന്നതും കൊടുക്കാവുന്നതും തീരുമാനിച്ചു. എന്നാ പിന്നെ വില നിലവാരത്തെ പറ്റി കൂടെ ഒന്ന് സംസാരിച്ച് പറ്റിയിരുന്നതല്ലേ നല്ലത്. മനസ്സിലായില്ല? സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീധനം എന്ന പേരിൽ ഒരൊറ്റ പൈസ ഞാൻ ഇവന് കൊടുക്കില്ല. അളിയൻ ഇങ്ങനെ അങ്ങോട്ട് വാശി പിടിച്ചാലോ? എന്റെ ഈ വൻപിച്ച സ്വത്തെല്ലാം എന്റെ മകൾക്കുള്ളതാണ്. അവൾക്കുള്ളതെല്ലാം അവളുടെ ഭർത്താവിനും. എന്റെ അവധി കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിവാഹം നടത്തിക്കളയാൻ തീരുമാനിച്ചു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വിജയ പറയുന്നത് ചേട്ടാ, എന്റെ സ്നേഹം ഞാൻ മറ്റൊരാൾക്ക് അർപ്പിച്ചു കഴിഞ്ഞു. എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന ഗോപിയുമായി ഞാൻ സ്നേഹത്തിലാണ്. അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നേവിക്കാരനെന്ന നിലയ്ക്ക് ലോകം മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകളുമായി പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പെണ്ണിനും എന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പം മുതലേ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ചിത്രം നിന്റേത് മാത്രമായിരുന്നു. നിനക്കും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. നീ എന്റെ മുറപ്പെണ്ണാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഓൾറൈറ്റ്, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ നിർഭാഗ്യവാനാണ്. ഓൾ മൈ ബെസ്റ്റ് വിഷസ്. ഞാൻ വരട്ടെ. വരട്ടെ. എടീ, നിനക്കിങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ അനുവാദം പോലും ചോദിക്കാതെ ഞാൻ ഈ വിവാഹം നിശ്ചയിച്ചത്. ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും കുട്ടി. അതാണ് നിനക്ക് നല്ലത്. വേണ്ട, അവളെ നിർബന്ധിക്കണ്ട. അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കേണ്ട കാര്യമില്ല. ഇത് ഈ കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഇത് ഞാൻ തീരുമാനിച്ചെങ്കിൽ ഞാനിത് നടത്തുകയും ചെയ്യും. ചേച്ചി പോകും. ഞാനിത് പ്രതീക്ഷിച്ചാണ് വിജയ്. എങ്കിൽ നമുക്കതിനെ നേരിട്ടുകൂടെ? എങ്ങനെ? എപ്പോ വേണമെങ്കിലും ഗോപിയുടെ കൂടെ ഇറങ്ങി വരാൻ ഞാൻ ഒരുക്കമാണ്. വേണ്ട, ഇവിടെ വെച്ച് നാം പിരിയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഗോപി, ഞാനിത് ആഗ്രഹിക്കാൻ പാടില്ലാത്തായിരുന്നു വിജയ്. എന്തുകൊണ്ട്? ഒരു സാധാരണ സ്കൂൾ വാദ്യാരുടെ മകൻ. എനിക്ക് കേൾക്കണ്ട. കോടിക്കണക്കിലുള്ള സ്വത്തുക്കളെക്കാൾ എനിക്ക് വലുത് ഗോപിയാണ്.
അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഗോപിക്കില്ലെങ്കിൽ വിജയ്, എന്നോടൊപ്പം ഒരുപക്ഷെ നീയും കഷ്ടപ്പെടേണ്ടി വരും. ഒരുക്കമാണ്. പട്ടിണി കിടക്കേണ്ടി വന്നേക്കും. ഗോപി എന്നോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിൽ നാളെ രാത്രി നീ ഒരുങ്ങി വരൂ. നമുക്ക് ഈ നാട് വിട്ടു പോകാം. ഹലോ, അതെ, വിജയ തന്നെയാണ് സംസാരിക്കുന്നത്. എവിടുന്നാ? ഹോസ്പിറ്റലിൽ നിന്നോ? എന്താ കാര്യം? ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന പേഷ്യന്റ് ഏത് മുറിയിലാണ്? വേറെന്താ? ഗോപി ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. അങ്ങനെ ഗോപിയിലൂടെ നഷ്ടപ്പെട്ട എന്റെ ജീവിതം ഞാൻ കണ്ടെത്തിയത് നിങ്ങളിലാണ്. ഇപ്പോഴെങ്കിലും ചേട്ടൻ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? രാഗിണി നഷ്ടപ്പെടുത്തിയ ചേട്ടന്റെ ജീവിതം ഞാൻ തിരിച്ചു തരാം ചേട്ടാ. ചേട്ടന്റെയും എന്റെയും ദുഃഖങ്ങൾ കൂടി ചേരുമ്പോൾ അതൊരു വലിയ ദുഃഖമാവുമെന്ന് തോന്നാം. പക്ഷേ ദുഃഖത്തിന് മാത്രമേ ദുഃഖത്തെ മായ്ച്ചു കളയാൻ കഴിയുള്ളൂ. ചേട്ടനുമായി ചേരുമ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേട്ടാ. ചേട്ടനും അങ്ങനെ തോന്നുമെങ്കിൽ? എനിക്കങ്ങനെ തോന്നുകയില്ല. ഇനി എന്നെ ചേട്ടന് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഈ കൈ പിടിക്കൂ ചേട്ടാ. ഈ നിമിഷം ഞാൻ ചേട്ടന്റെ കൂടെ വരാം. ഇതാ എന്റെ കൈ. ഇതാ ചേട്ടാ. ഇല്ല, ഞാൻ തോൽക്കില്ല. ഒരു സ്ത്രീയുടെ മുന്നിലും ഞാൻ തോൽക്കില്ല. ദേവു, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? വിജയോടെ അപ്പുറത്തുണ്ട്, വിളിക്കാം. നിക്കവിടെ. നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. എന്താണ് ഉണ്ടായത്? എന്താണ് ഉണ്ടായതെന്നോ? വിജയ ആ ഗോപിയെ കല്യാണം കഴിക്കാൻ പോകുന്നു നാട്ടുകാർ പറഞ്ഞു നടക്കുന്നല്ലോ. അത് വലിയ സത്യവുമുണ്ടോ? വിജയ ചേച്ചി അത് ആഗ്രഹിച്ചോ? നേരാണ്. ഇതിലാണോ ഞാൻ അവളെ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചത്?
ദൈവമേ, ഈ അവളുടെ അച്ഛന്റെ മുഖത്ത് ഞാൻ എങ്ങനെയാ നോക്കുക? ആ ശശിയോട് എന്താ സമാധാനം പറയാ? ഒന്ന് പയ്യ ഓടിക്കും. ഇവിടെയും കാണാത്തവന് കണ്ടോ വേണ്ടി ഒരു ധിക്കാരം. പിന്നെ ഹലോ, താനിവിടെ സുന്ദരനല്ലേ? കായലിൽ യാത്ര ചെയ്യുമ്പോൾ ചില മര്യാദകളൊക്കെ വേണം. ഇത്രയും സ്പീഡിൽ ബോട്ട് ഓടിക്കാൻ പാടില്ല. കടലിൽ സഞ്ചരിക്കുന്ന എന്നെയാണോ കായൽ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുന്നത്? ബോട്ട് പോകുമ്പോൾ അലകൾ ഉണ്ടാവുമെന്നും അതിൽപ്പെട്ട് കൊച്ചുവെള്ളങ്ങൾ മറിഞ്ഞു പോകുമെന്നും മനസ്സിലാക്കണം. ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ വഴി മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. മറിയുന്നവരും വീഴുന്നവരും ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ്. താക്കീതാണോ? എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നാൽ കുറെ ദിവസം ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. സാർ ഇവിടെ തന്നെ കാണുമെന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് അറിയുന്നത് നല്ലത്. ആവശ്യമുള്ളപ്പോ ഓർത്തോളാം. പോരെ? വാടോ. അമ്മാവനില്ലേ അകത്ത്? പുറത്തേക്ക് പോയിരിക്കുക. നിങ്ങൾ ആരാ? എറണാകുളത്തുനിന്നാ. വിജയില്ലേ? അകത്തുണ്ട്. ഞാൻ ഇന്നലെ കൊച്ചിയിലെത്തി. ഇന്നലെ തന്നെ ഇവിടെ വന്ന് എന്നെ കാണാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്ന് എന്റെ അച്ഛനെ കണ്ടിട്ടാകാമെന്ന് കരുതി. എനിക്ക് കുറച്ചു ദിവസം കൂടെ അവധിയുണ്ട്. അത് നിന്നോടൊപ്പം കഴിയാമെന്ന് വിചാരിക്കുന്നു. തിരിച്ചു ചെല്ലുമ്പം നിന്നെയും കൂട്ടിക്കൊണ്ടേ ചെല്ലാവൂന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അവധി തീരും മുമ്പ് നമ്മുടെ വിവാഹം നടത്തണമെന്നാണ് അച്ഛന്റെ ഉദ്ദേശം. എന്റെ ആഗ്രഹവും അതാണ്. വിജയ്, ഈ യാത്രയിൽ ഞാൻ ഹോങ്കോങ്, സിംഗപ്പൂർ, ടോക്കിയോ ഒക്കെ ടച്ച് ചെയ്തിരുന്നു. നോക്കൂ, ദിസ് ഈസ് ഫ്രം സിംഗപ്പൂർ. നിനക്ക് വേണ്ടി കൊണ്ടുവന്നാ. എനിക്കിതൊന്നും വേണ്ട. വിജയ്. അല്ല, ഇതാരും ശശിയോ? എപ്പോ വന്നു? ഞാനൊന്ന് ടൗൺ വരെ പോയി. ഇവളെന്താ ഇനി ഇങ്ങനെ? നീ പ്രതീക്ഷിക്കാതെ വന്നതല്ലേ? എന്താ പറയേണ്ടെന്നൊരു വെപ്രാളം കാണും. ബാ, കുളിച്ചു വല്ല ആഹാരം കഴിക്കും, നമുക്ക് സംസാരിക്കാം. ബാ. എനിക്കിനി അവനോട് പറയാൻ കഴിയല്ലേ പൗലോസ് ചേട്ടാ? വേണ്ട വേണ്ട, ഞാൻ തന്നെ ഒന്നും കൂടി പറഞ്ഞു നോക്കാം. അല്ല, പോത്തുപോലെ വളർന്ന രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നിട്ടും ഈ അമ്മ ഇനി ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നെന്നാണോ പറയുന്നത്? പൗലോസേട്ടൻ അമ്മയുടെ വക്കീലാവണം. ഈ മാതിരി മക്കൾ ഉണ്ടായാൽ വക്കീലും ഡോക്ടറും കമ്പൗണ്ടറും ഒക്കെ ആവേണ്ടി വരും. ഞാനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? ഒന്നും മനസ്സിലാകാത്ത പോലെ. നീയേ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരണമെന്ന്. അത് ഈ ജന്മം നടപ്പുള്ള കാര്യമല്ല എന്ന് അറിഞ്ഞൂടെ? ഇനിയും നീ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ നിന്നാണ് പോയി ഞാൻ എന്റെ ആങ്ങളയുടെ വീട്ടിൽ പോയി കളയും. അവനെന്നെ പരിഹസിക്കുന്നുണ്ടോ? ഇവന്റെ ഈ ഭ്രാന്തിന് ഇനിയൊരു മാറ്റമില്ലല്ലോ കർത്താവേ. എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അമ്മയല്ല, പൗലോസേട്ടനല്ല, ആര് വിചാരിച്ചാലും ഇപ്പൊ സാധ്യമല്ല. അതറിഞ്ഞാ പോരെ? ആഹാ, എന്നാ ഇനി നീയായി, നിന്റെ പാടായി. ആയിക്കോട്ടെ. ഇവന് ഒരു കയറുകൊണ്ടും പിടിച്ച് കെട്ടിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഭാഗ്യമേ. അതിന് വഴിയുണ്ടോന്ന് ഞാനും നോക്കട്ടെ. ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. ഇത്രയും നാളായിട്ടും അവിടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ നിനക്ക് സാധിച്ചില്ല. ചേട്ടന് വിഷമം തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? വിജയ ചേച്ചിയുടെയും ചേട്ടന്റെയും മനസ്സമാധാനത്തിന് വേണ്ടിയാ പറയുന്നത്. നിനക്ക് എന്താണ് പറയാനുള്ളത്? വിജയ ചേച്ചി സുഖമായിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്കിൽ ചേട്ടൻ ഇവിടുന്ന് പോണം. നീ എന്താടി പറയുന്നത്?
വിജയിച്ചയുടെ മനസ്സ് ഒരിക്കലും ചേട്ടന് കിട്ടില്ല. നിന്നോട് ഇപ്പൊ ആര് ചോദിച്ചു ഇവിടെ? പോ പുറത്തേക്ക്. ആ ശ്രീകരൻ എന്താ നീ പറഞ്ഞു വരുന്നത്? വിജയ ചേച്ചിയുടെ മനസ്സിപ്പോ ഇപ്പോൾ ആ ഗോപിച്ചേട്ടനിലാണ്. ഏത് ഗോപിച്ചേട്ടൻ? നിങ്ങളത് കുത്തിക്കോ, ഞാൻ ദേ വരുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ല. ഇത് വരച്ച ആരാണെന്ന് അറിയാമോ? അറിയാം. പക്ഷേ ഇത് എന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടത് മനസ്സിലായില്ലല്ലേ? അതല്ലേ ചോദിച്ചത്. എടാ, നിന്റെ കൂടെ ചെളി കിടന്ന് വരലാൻ ഇവിടെയുള്ള പെൺകുട്ടികളൊന്നും പോരാ അല്ലേ? സ്വത്തും സൗകര്യമുള്ള പെൺകുട്ടികളെ അല്ലാതെ ഇങ്ങേർക്ക് നോട്ടമില്ലല്ലോ. എടാ, അന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഗോപി അല്ല ഞാനിന്ന്. പക്ഷേ ഞാൻ അന്നത്തെ ശശി തന്നെയാ. അല്ല, അതിനേക്കാൾ വിഡ്ഢിയാണെന്ന് തോന്നുന്നു. ആരാണ് വിഡ്ഢി, ആരാണ് സമർത്ഥനെന്നൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന കാര്യങ്ങളല്ലേ. ഞാനും വിജയലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം അവളുടെ വീട്ടുകാര് നേരത്തെ തീരുമാനിച്ചാണ്. ആ വിവരം നിന്നെ ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി. അവനെ അങ്ങനെ വിട്ടാ ശരിയല്ല. അവന് ഞാൻ പാടെ പഠിക്കും. ഈ കാലൊക്കെ എടുത്തോ, ഈ നടക്കും. അത് കൊള്ളുകയില്ല. അവന് കുറച്ച് അഹങ്കാരം കൊള്ളില്ല. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു. എന്നാ താക്കോല് ഞാനേ പൗരസ്യാട്ടിന്റെ കൈ കൊടുത്തേച്ച് പോകാന്ന് വിചാരിച്ചാ. ഏതായാലും നീ തന്നെ വന്നല്ലോ. എന്നാ വെച്ചു. ഇങ്ങോട്ടാ പോന്നെ? ഞാനും ഇവനും ഇവിടെ അങ്ങ് പോവുക. എവിടെ പോവാന്നാ ചോദിച്ചേ? നിന്നാണ് ഗോപി. ഞാൻ എന്റെ ആംഗ്ലയുടെ വീട്ടിലേക്കാ പോകുന്നു. ആഹാ, അമ്മ പറഞ്ഞു കളി കാര്യമാക്കിയോ? പിന്നെ നീ എന്തോ വിചാരിച്ചു? ഞാനും അമ്മയുടെ കൂടെ പോവുക. രണ്ടും വീട്ടിനകത്ത് കയറാനേ പറഞ്ഞേ. സാധ്യമല്ല. നീ ഒരു കല്യാണം കഴിച്ച് മാനം മര്യാദയായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നതുവരെ ഞാൻ ഇതിനകത്തേക്ക് കാല് കുത്തുകയില്ല. അമ്മ ഇങ്ങനെ വാശി പിടിച്ചിട്ട് ആവശ്യമില്ല. ഇത് വാശി തന്നെയാ. നീ മാറത്താ, ഞാൻ പോട്ടെ. വീട്ടിനകത്തോട് കയറാനേ പറഞ്ഞേ. സാധ്യമല്ല. നിന്നാണ് ഗോപി. ഞാൻ കയറുകയില്ല. ആ, എന്നാ ഞാനൊരു വാശി പിടിക്കും. നീ എന്തോ ചെയ്യും? ഞാൻ ഒരു കല്യാണം കൊണ്ട് കഴിക്കും. നീ പറയുന്ന അമ്മയ്ക്ക് വിശ്വസിക്കാൻ വേണോ മോനെ? അമ്മയ്ക്ക് വേണമെങ്കിൽ വിശ്വസിക്കും. എന്റെ പൊന്നുമോനെ, നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്താ കഴിക്കുന്നത്? കൊണ്ടുപോകാത്ത പൗലോസേട്ടാ, പൗലോസേട്ടാ, നിങ്ങളൊരു വിവരം അറിഞ്ഞോ? എന്ത് വിവരാ? എന്താ എന്താ? അത് ഇവരുടെ മുമ്പ് വെച്ച് തന്നെ എനിക്ക് പറയണം. എന്നാ വേഗം ഒന്ന് പറഞ്ഞ് തലയ്ക്ക്. ചേട്ടൻ കല്യാണം കഴിക്കുമ്പോ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, കാക്ക മലർന്ന് പറക്കുമെന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? ഇപ്പൊ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചോ? ആ, ഉദിച്ചു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. നേരാണോ രഘു? നേരാണോ എന്ന് ഈ കാര്യത്തിൽ ഇവൻ കള്ളം പറയൂ? പെണ്ണേതാ? അതെനിക്കറിയില്ല. നിനക്കൊരു നോട്ടം ഉണ്ടായിരുന്നു തോന്നുന്നല്ലോ. ഓടി ഓടുന്നു. ദേവു, ഞാൻ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. എന്താ രഘു? നമ്മുടെ വിവാഹം. രഘു, ദേവു,
എന്താ ചേട്ടാ, ആരെങ്കിലും കാണും? രഘു, രഘു എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ദേവ് ഒരു കാര്യം പറഞ്ഞോ? എന്താണ്? ഞാൻ രക്ഷപ്പെട്ടു. ഗോപിച്ചേട്ടൻ എന്റെ വഴിമുടക്കി നിൽപ്പല്ലായിരുന്നു. ചേട്ടൻ കല്യാണം കഴിക്കാമെന്ന് അമ്മയോട് സമ്മതിച്ചു. നേരോ? അതെ. പെണ്ണേതാ രഘു? അതൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചിട്ട് പറയാമെന്ന് കരുതിയിരുന്നതാണ്. ആരാണ്? ദേവു. വിവാഹം എന്ന് പറയുന്നത് ഒരു ദൈവനിശ്ചയം. ആര് എപ്പോൾ അദ്ദേഹമാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നിനക്ക് വിധിച്ചത് ശശിയ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണോ മോളെ? കല്യാണം കഴിഞ്ഞ് ശശി നിന്നെ ഇവിടുന്ന് എല്ലാം കൂട്ടിക്കൊണ്ടു പോകും. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്റെ കൂടെ സുഖമായി ജീവിക്കണം. ഞാൻ തന്നെ കൂടെ വന്ന് എല്ലാം മംഗളമായിട്ട് നടത്തി തരുന്നുണ്ട്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും പറയണ്ട, അതാണ് ശരി. ഞാൻ എല്ലാം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവൾ എതിരൊന്നും പറഞ്ഞിട്ടില്ല. അവൾ താനെ ഒരുങ്ങി പുറപ്പെട്ട് നിന്റെ കൂടെ വരും. അതുവരെ നീ നിർബന്ധിക്കാനോ ബഹളം വെക്കാനോ ഒന്നും പോകണ്ട. ശരി. എന്താ ചേച്ചി ഇത്? ഞാൻ പോകുകയാണ് ദേവു. എങ്ങോട്ട്? വീട്ടിലേക്ക്. എന്റെ മനസ്സിന്റെ വഴിക്ക് എന്റെ ജീവിതം പോവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് ഇതെന്ത് പറ്റി? ഞാനിനി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒരുപോലെയാണ് ദേവു. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്നറിയാമോ? എന്തിനാണ്? ഗോപിച്ചേട്ടൻ ചേച്ചിയെ ഉടനെ കാണണമെന്ന് പറഞ്ഞു. എന്നെയോ? അതെ. എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇതെങ്ങനെ ഇവിടെ വന്നു? ശശി എന്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് പോയതാണ്. ഇത് തിരിച്ചു തരാൻ വേണ്ടിയാണോ വിളിച്ചത്? അതെ. നിൽക്കൂ. ഈ ചിത്രം വരച്ചു തീർന്നില്ലല്ലോ, അത് പൂർണ്ണമാക്കിക്കോളൂ. അത്ഭുതം തോന്നുന്നു അല്ലേ? എനിക്കിത് വിശ്വസിക്കാമോ ചേട്ടാ? തീർച്ചയായും. ഗോപിച്ചേട്ടൻ എന്താണ് ആലോചിക്കുന്നത്? എന്താ ചോദിച്ചേ? എന്താണ് ആലോചിക്കുന്നതെന്ന്. ഇനി എന്താ ആലോചിക്കാനിരിക്കുന്നു? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? ഇല്ല ചേട്ടാ, ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും. ഇനി നമ്മുടെ വിവാഹം. വിജയ്ക്ക് ധൃതിയുണ്ടോ? ധൃതി കൊണ്ടല്ല ചേട്ടാ, അച്ഛൻ പറഞ്ഞിട്ട്
എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ആ ശശിചേട്ടൻ വന്നിരിക്കുന്നത്. ഭയപ്പെടണ്ട. എന്റെ അനുവാദമില്ലാതെ നിന്നെ ഈ കുട്ടനാട്ടിൽ ആരും കൊണ്ടുപോകില്ല. ഗോപി 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 വാ വന്ന് ബോട്ടിൽ കയറ്. എന്തിനാ? നിന്നെയും കൂട്ടി ഉടനെ ചെല്ലണമെന്ന് കുറുപ്പദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ കാണേണ്ട കാര്യം? അയ്യോ അത് അദ്ദേഹത്തോടെ ചോദിക്കണം, എനിക്കറിയാൻ പാടില്ല. അയ്യോ പേടിക്കാനൊന്നുമില്ല. പേടിയോ? എനിക്കോ? എന്നാ വാ അങ്ങോട്ട് നടക്ക്. സംശയിക്കണ്ട, ഞാനാ അവനെ പറഞ്ഞയച്ചത്. ഞാനാണെന്ന് പറഞ്ഞാ വന്നില്ലെങ്കിലും എന്ന് കരുതിയാ അമ്മാവൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ഗ്ലാസ്സിൽ ഒഴിക്കടാ. ഇത് കഴിക്കണം. ഈ സൽക്കാരത്തിന്റെ അർത്ഥം? അല്പം മദ്യം കഴിക്കുന്നതിന് അർത്ഥവും അനർത്ഥവും നോക്കുന്നത് എന്തിനാ? ശരിയാ, ശത്രുക്കളാണെങ്കിലും മദ്യത്തിന്റെ മുമ്പിൽ അത് വിചാരിക്കാൻ പാടില്ലെന്ന്. ഇനി തരണം. ഇനി വിളിച്ച കാര്യം പറയണം. സ്നേഹപൂർവ്വം ഞാൻ ഒരു കാര്യം പറയാം. ഇനി നീയും വിജയും തമ്മിൽ കാണാൻ പാടില്ല. ആ സ്നേഹപൂർവം എന്ന വാക്ക് പിൻവലിക്കണം. കാരണം അല്പം സ്നേഹപൂർവമാണ് ഞങ്ങൾ തമ്മിൽ കാണാറുള്ളത്. ഗോപി, ബഹളം വയ്ക്കണ്ട. ഇനി സ്നേഹപൂർവം അങ്ങോട്ടൊരു കാര്യം പറയാം. ഞാൻ നിന്നോടുള്ള കടം വീട്ടുകയാണ്. അത് പലിശ അടക്കം വീട്ടും. ഛേ, നിന്റെ ഒരു പകരം വീട്ടൽ. സൂക്ഷിക്കണം, ഇത് നിന്റെ നാടല്ല. നീ എന്ത് ചെയ്യൂടാ റാസ്കൽ? വാക്കുകൾ ഉപയോഗിക്കുന്നത് ആലോചിച്ചു വേണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എന്താ ശശി ഇതൊക്കെ? ഒന്നും അറിയാത്തതുപോലെ നിങ്ങളെല്ലാം കൂടെ ചേർന്ന് തന്നെ അവമാനിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയൂ. ഇനി ഒരു നിമിഷം അവളോട് നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല. വേഗം പുറപ്പെട്ടോളാൻ പറയൂ. എവിടെ അവൾ? ഞാനിവിടെയുണ്ട്. എന്ത് വേണം? എടി, വേഗം പുറപ്പെട. എങ്ങോട്ടാണ്? നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് തന്നെ. ഞാൻ വരുന്നില്ല. നീ വരില്ലേ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്.
വടി എടി വരാൻ. ശശി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ല, ഇവക്ക. ആ കൊള്ളരുതാത്തവന്റെ കൂടെ തെണ്ടി നടന്ന് നമ്മളെ മുഴുവൻ അവമാനിക്കുന്നവക്ക്. കൊള്ളരുതാത്തവനോ? അമ്മാവാ, ഗോപിച്ചേട്ടനെ കൊള്ളരുതാത്തവനാക്കിയത് ആരാണെന്ന് ഇയാളോട് ചോദിക്കണം. ആരാടി? നിങ്ങൾ നിങ്ങളുടെ സഹോദരിയും ചേർന്നല്ലേ അദ്ദേഹത്തെ ഇങ്ങനെ ആക്കിയത്? ഇയാളുടെ സഹോദരി രാഗിണി ഗോപിച്ചേട്ടനെ വഞ്ചിച്ചപ്പോൾ അതിന് കൂട്ടുനിന്ന മനുഷ്യനാണ്. വിജയ്, ചേട്ടൻ ഇനി അധികം എന്നോട് സംസാരിക്കണമെന്നില്ല. ഞാൻ തുറന്നു പറഞ്ഞേക്കാം, എന്തുകൊണ്ടും ഒരിക്കലും ചേട്ടനെ ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ എന്റെ ജീവിതം കാണുന്നത് നിങ്ങൾ കൊള്ളരുതാത്തവനെന്ന് വിളിച്ച് ഗോപിച്ചേട്ടനിലാണ്. ദേവു, നീ അപ്പുറത്തു, എനിക്ക് ഇവളോട് അല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് നല്ലത്, നിന്റെ ഗോപിക്ക് നല്ലത്, എനിക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട്. ഉണ്ടടി, നീ കാരണം ഞാൻ മദ്യപിച്ചത്. ഇറങ്ങി പോകുന്നുണ്ട്. ഞാൻ പുറത്തു പോകണം അല്ലേ? എടീ, നിന്റെ ആദ്യത്തെ കാമുകൻ ആക്സിഡന്റ് മരിച്ചു പോലും നീ മറന്നിട്ടില്ലല്ലോ. അതെന്റെ വിധിയാണ്. വിധി? ആ വിധി നിന്റെ പുതിയ കാമുകൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ല. ആ പാവത്തിനെ വെറുതെ വിട്ടേക്കാൻ. എന്ന് വെച്ചാൽ നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്റെ ഗോപി അന്ന് ആക്സിഡന്റ് മരിച്ചത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഇല്ല, നിനക്കറിയില്ല. ഞാൻ പറയാം, കേട്ടോളൂ. നിൽക്കണം. എങ്ങോട്ടാ ഒരു യാത്ര? അല്പം ദൂരയാത്രയാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, വേറൊരാൾ കൂടെ ഉണ്ട്. എവിടെ? എത്തേണ്ടടുത്തെത്തും. എന്താ കാര്യം? അല്ല, അവളെയും കൂട്ടി ഇങ്ങനെ ഒളിച്ചോടുന്ന അപകടമാണെന്ന് പറയാനാ തന്നെയും കഥ ഞാൻ ഇവിടെ നിന്നത്. അതിന് സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. ആപത്ത് വരാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ആരാണെന്ന് അറിയാമോ? എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാൽ എനിക്ക് അറിയിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ വിജയ വിവാഹം കഴിക്കാൻ പോകുന്നവനാ. നിനക്ക് ജീവനോടിരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവളെ ഉപേക്ഷിച്ച് സ്ഥലം വിടുന്നതാണ് നല്ലത്. എന്ത് തീരുമാനിച്ചു? ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ്. ചോദിക്കാം. ദേവു എനിക്ക് വേണ്ടി ഗോപിച്ചേട്ടനെ കാണണ്ട, സംസാരിക്കണ്ട, ചേച്ചി ഒന്നും പറയണ്ട. ഗോപിച്ചേട്ടനോട് 2 വാക്ക് ചോദിക്കാതെ എനിക്കൊന്നും ഉറക്കം വരില്ല. ദേവു, മോളെ ദേവുവിനെ കണ്ടില്ലല്ലോ? ഇല്ല. ഇന്ന് രാവിലെ ചെയ്യേണ്ട ഒരു ജോലി അവള് ചെയ്തിട്ടില്ല. എനിക്കൊരു കപ്പ് കാപ്പി പോലും അവള് കയറി തന്നില്ല. കിടന്നുറങ്ങണ്ടാവും. മോളൊന്ന് പോയി നോക്ക്. മുറിയിലില്ല.
പിന്നെ എവിടെ പോയി? അല്ല, നീ ഇതുവരെ ഇതൊന്നും എടുത്ത് കഴിച്ചില്ലേ? എടാ, നിന്നോടാ ചോദിച്ചത്. എന്നെ ഉപദ്രവിക്കരുത്. ഇത് നല്ല പൂത്ത്. എടാ, നിനക്കെന്ത് പറ്റി? എനിക്ക് ഭ്രാന്ത്. ഗോപി, എവിടെ ദേവു? ദേവു എവിടെയാണ്? അതെന്നോട് ചോദിക്കുന്നു. അവളെ കണ്ടവരോട് വേണമല്ലോ ചോദിക്കാൻ. അവളെ ഞാൻ കണ്ടത്. ദേവുവിന് എന്ത് പറ്റി മോളെ? അവൾ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഗോപിച്ചേട്ടനെ കാണാനാണെന്നും പറഞ്ഞ് ഇന്നലെ രാത്രി കളപ്പുരയിലേക്ക് പോയതാ. പിന്നെ തിരിച്ചു വന്നില്ല. എന്താ? ദേവു രാത്രി എന്നെ അന്വേഷിച്ച് കളപ്പുര വന്നു. അതെ, നിങ്ങൾ അന്വേഷിച്ചു തന്നെ. ഇന്നലെ രാത്രി ഗോപി കളപ്പുര പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവിടെ നിൽക്കടാ. ഇന്നലെ രാത്രി നീ അല്ലേ കളപ്പുര കിടന്ന്? അതെ. അവിടെ ദേവ് വന്നിരുന്നു? ഇല്ല, എനിക്കറിയില്ല. എന്റെ മുഖത്ത് നോക്കി പറ. സത്യമാണ് ചേട്ടാ, എനിക്കറിയില്ല. നീ എന്തിനാണ് ഇതിനെ ദ്രോഹിക്കുന്നത്? അറിയില്ലേ? എനിക്കറിയില്ല. നിന്നെ കൊണ്ട് പറയിക്കും. ഞാൻ പറയാം. എങ്കിൽ പറയാ. ഇന്നലെ രാത്രി അവൾ തനിച്ച് കളപ്പുരയിലേക്ക് വന്നു. ഗോപിച്ചേട്ടാ, ഗോപിച്ചേട്ടാ, നന്നായിട്ടുണ്ട് ഗോപിച്ചേട്ടാ. ചേട്ടൻ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇത്ര ദുഷ്ടനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ആ വിജയ് ചേച്ചിയുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ ഒരു മനുഷ്യനല്ല. ആരോടെങ്കിലും പക വീട്ടുന്നതിന് പാവപ്പെട്ട എന്റെ വിജയ ചേച്ചിയെ വഞ്ചിച്ചിട്ട് വേണമായിരുന്നു. ചേട്ടാ, ഞാൻ യാചിക്കുകയാണ് ചേട്ടാ. ചേട്ടൻ അവരെ കല്യാണം കഴിക്കണം. ഞാൻ ചേട്ടന്റെ രഘു ആയിരുന്നു. അതെ, ഗോപിച്ചേട്ടനാണെന്ന് കരുതി പറഞ്ഞു പോയതാണ്. മനസ്സിലായി. ഗോപിച്ചേട്ടൻ വീട്ടിലുണ്ട്. ചേട്ടൻ എന്തോ നല്ല സുഖമില്ലെന്ന്, അതുകൊണ്ട് കാവലിൽ ഇന്ന് ഞാൻ വന്ന് കിടന്നു. നിൽക്കൂ. നിനക്ക് എന്താണ് എന്നോടൊരു വെറുപ്പ്? എനിക്ക് ആരോടും വെറുപ്പില്ല. എങ്കിലൂടെ ഒന്നിരിക്കൂ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എനിക്ക് ധൃതിയുണ്ട്. ദേവു, നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? ഇല്ല. എന്തുകൊണ്ട്? അതെല്ലാം ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പോട്ടെ. നിനക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പറയൂ, എന്തുകൊണ്ട് കഴിയില്ല? ദയവ് ചെയ്തെന്നെ ഉപദ്രവിക്കരുത്. ഞാൻ പറയില്ല. എന്നെ വിടൂ, എന്നെ വിടൂ. പറഞ്ഞിട്ട് പോകൂ. നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? പറയൂ. പറയാം. എന്നെ വിടൂ, ഞാൻ പറയാം. എങ്കിൽ പറയൂ. ഞാനൊരു ആളിനെ മാത്രമേ എന്റെ മനസ്സിൽ വെച്ച് പൂജിച്ചിരുന്നുള്ളൂ. അത് ഗോപിച്ചേട്ടനെയായിരുന്നു. ആദ്യമായി അത് തുറന്നു പറയാമെന്ന് ഭാവിച്ചപ്പോഴാണ് ഗോപിച്ചേട്ടനും രാഗിനി കുഞ്ഞും ബന്ധത്തിലാണെന്ന് അറിഞ്ഞത്. ആ ബന്ധം തകർന്നപ്പോ ഗോപിച്ചേട്ടൻ സ്ത്രീകളെയെല്ലാം വെറുത്തു. ചേട്ടന്റെ മനസ്സ് മാറുമ്പോ പറയാമെന്ന് കരുതി ഞാൻ വീണ്ടും കാത്തിരുന്നു. അപ്പോഴാണ് വിജയ ചേച്ചി ഗോപിച്ചേട്ടൻ ഒരു ജീവിതം കണ്ടെത്തിയത്. ഞാൻ കാരണം അവരുടെ ജീവിതം നശിക്കരുതെന്ന് കരുതി അപ്പോഴും ഞാൻ പിന്മാറി. ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്നെ
ദേവു ദേവു അങ്ങനെ അവൾ കായലിലൂടെ തുഴഞ്ഞുപോയി. എവിടേക്കാണെന്നറിയില്ല. എടാ മഹാഭാവി, നീ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോടാ. ഈശ്വര, ആ പാവം പെണ്ണ് എവിടെ പോയോ എന്തോ. മോനെ, നീ ഒന്ന് പോയി അന്വേഷിക്കടാ. ദൈവത്തെ ഓർത്ത് ദേവുവിന് എന്ത് സംഭവിച്ചെന്ന് ഒന്ന് പോയി അന്വേഷിക്കും. ദേവുവിനെ അന്വേഷിച്ച് ആരും പോണമെന്നില്ല. അവൾ എവിടെ ചേട്ടാ? ഇതാ അവിടെയുണ്ട്, വന്നാ കാണിച്ചു തരാം. മോളെ ദേവു, എന്റെ മോളെ. സ്നേഹത്തെക്കുറിച്ചുള്ള എന്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോയി. ആ തെറ്റെനിക്ക് തിരുത്തണം. അതിന് ഞാനെന്താണ്? ഞാൻ കാരണമായി ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങളെയൊക്കെ ഞാൻ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. അതിന് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ എന്റെ മുമ്പിലുള്ളൂ. നീ വിജയെ സ്വീകരിക്കണം. നിങ്ങൾ വിവാഹിതരാകണം. ശരി, ഇവിടുത്തെ പോകുന്നുണ്ടോ? ഗോപി, പോകാനാണ് പറഞ്ഞത്. എടാ, ആ പെണ്ണ് പോകാനൊരുങ്ങുന്നു. പോട്ടെ, എവിടെയെങ്കിലും പോട്ടെ. അത് ഞാൻ തോന്നണം. എടാ, ഇനിയും നീ ആ പഴയ പാട്ട് തന്നെ പാടുന്നു അല്ലേ? സ്ത്രീകൾക്ക് മാംസാഹം മാത്രമേ ഉള്ളൂ. നിന്റെ പൊന്നനിയൻ രഘുവിനെ പറ്റി നീ ഇപ്പോഴെന്ത് പറയുന്നു? അവൻ നിന്നെ പോലെ ഒരു പുരുഷനല്ലേ? അവൻ ആ ദൈവനെ നശിപ്പിച്ചത് എന്ത് ദാഹത്തിന്റെ പേരിലായിരുന്നു? പോയി ചോദിക്കേ. ഞാൻ നിന്റെ അമ്മയാ, ഞാനും ഒരു സ്ത്രീയാ. എന്നെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കതറിയണം. അമ്മേ, ആരോടും പറയാതെ നിന്നെ മാത്രം മനസ്സിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നവളാണ് ആ ദേവു. ആ സ്നേഹത്തിന്റെ ആണെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്നിട്ടും മറ്റൊരുത്തിക്ക് വേണ്ടി യാചിക്കാൻ വന്നപ്പോഴാണ് അവൾക്ക് ഈ നാശമുണ്ടായത്. അവളും ഒരു സ്ത്രീയാണടാ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ പോകാനൊന്നുമല്ല. നിന്റെ ഭ്രാന്ത് മാറ്റാനാ ഞങ്ങൾ ഈ പറയുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. ഗോപി, നീ ഇപ്പൊ ദുഃഖിക്കുന്നു. ഇല്ല. സത്യത്തിൽ നീ വിജയെ സ്നേഹിക്കുന്നു. ഇല്ല. കള്ളം. നീ ഇപ്പൊ ഒരു തടവറയിലാണ്. അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ്. ശശി, ഞാൻ പറയുന്നു, ഇപ്പൊ നിന്റെ മനസ്സുപോലും വിജയെ സ്വീകരിക്കാൻ തയ്യാറാണ്.
ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇതുപോലെ പറഞ്ഞയക്കാനായിരുന്നില്ല, സന്തോഷത്തോടുകൂടി യാത്രയാക്കാനായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ തോറ്റുപോയി. നീ എന്നോട് ക്ഷമിക്കൂ മോളെ. ഈ അമ്മാവനോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോകും മോളെ. ഞങ്ങൾ പോയി വരട്ടെ. വിജയ്, ഗോപി നിന്നെ സ്വീകരിക്കാനാണ് വന്നിരിക്കുന്നത്. നീ ആരിലൂടെ നിന്റെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചോ ആ ഗോപിയാണിത്. വിജയ്, എനിക്ക് വേണ്ടിയാണ് ശശി സംസാരിച്ചത്. നിനക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്ന് വരും. ഞാൻ അത്രത്തോളം നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. മാപ്പ് തരൂ എന്ന് ഞാൻ പറയുന്നില്ല. നീ എന്നിൽ ജീവിതം കണ്ടെത്തിയപ്പോൾ ഞാനത് തന്നില്ല. സ്ത്രീയും അവളുടെ മനസ്സും എന്താണെന്ന് ദൈവവും നീയും എന്നെ പഠിപ്പിച്ചു. ഞാനിപ്പോൾ വന്നത് നിന്നെ രക്ഷിക്കാമെന്ന് പറയാനല്ല. എനിക്കൊരു ജീവിതം തരൂ, എന്നെ രക്ഷിക്കൂന്ന് യാചിക്കാനാണ്. വിജയ്, ഒരു സ്ത്രീയുടെ മനസ്സ് ഇത്രത്തോളം കല്ലാകരുത്. പുരുഷന്മാരെ മുഴുവൻ വെറുക്കുന്നു എന്ന് പറയാൻ നിനക്ക് ന്യായങ്ങൾ കാണും. പക്ഷെ ഗോപിയോടത് പറയാൻ നിനക്ക് കഴിയുമോ? വേണ്ട ശശി, അവളെ നിർബന്ധിക്കണ്ട. വിജയ പൊയ്ക്കോളൂ. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് പോയാലേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് തക്കതായ ശിക്ഷ കിട്ടും. എന്റെ നാശം പൂർത്തിയാകും. നിനക്ക് ഞാൻ നന്മകൾ നേരുന്നു. ഗോപി ചേട്ടാ,